ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഡേ 6 ആണ് കേട്ടോ. ഒന്ന് ദുബായിലെ നമ്മൾ 49 ചാലഞ്ചിൽ ഡേ 6 എത്തിയിട്ടുണ്ട്. ദുബായ് പബ്ലിക് പാർക്ക് ആൻഡ് റിസോർട്ടിലാണ്, ദുബായ് പബ്ലിക് പാർക്കിലാണ് കേട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത്. എന്താ പറയുക, നല്ലൊരു അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു പാർക്കെന്ന് പറയാം കേട്ടോ നമുക്കിതിനെ. ദുബായിൽ അൽക്കിസൈസിലാണ് കേട്ടോ ഈ പാർക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതാ എൻട്രൻസിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഞാനും ഇക്കും മോളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂട്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇക്കതാ മോളത് അടുത്ത് നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ അപ്പം ഇത് സ്ട്രോളർ ഉണ്ടായിട്ടും സ്ട്രോളർ ഉപയോഗിക്കാത്ത, സ്ട്രോളറിൽ മൂപ്പരാൾ കിടക്കണില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ സ്ട്രോളർ അതുപോലെ വണ്ടിയിലേക്ക് വെച്ചിട്ട് ഓളെ ഇതാ ഇക്കടുത്ത് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിതാ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിലിടക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലിടക്ക് നമ്മൾ നിങ്ങൾക്കും കാണണമല്ലോ നമ്മൾ പോണ സ്ഥലങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞങ്ങളിവിടെ എത്തുമ്പോൾ ഒരു 5 മണി 5:30 ആയിക്കുന്നു കേട്ടോ. അപ്പോഴാണ് 5:30 ആയിട്ടുണ്ടാവും. അപ്പോൾ നല്ലൊരു ടൈമായിരുന്നു കേട്ടോ. നമുക്ക് ഈവനിങ് വാക്കിങ്ങിന് പറ്റിയൊരു ടൈമെന്ന് വേണമെങ്കിൽ പറയാട്ടെ. ഈ പാർക്ക് ഓവർ വെയിലും ഇല്ല, ഒന്നും ഇല്ലാണ്ട് ഒരു 5:30 ആയപ്പോൾ നല്ലൊരു ക്ലൈമറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളത് ആ പാർക്ക് ഫുള്ള് ഞങ്ങൾ നടന്നിട്ട് ചുറ്റുഭാഗം ഒരുപാട് നടക്കാണ്ടായിരുന്നു. അതൊക്കെ നടന്ന്, അതുപോലെ അവിടെ ഒരു പോണ്ട് വരുന്നുണ്ട്, അതും ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ബർത്ത്ഡേ പ്രോഗ്രാം അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ആ പോണ്ടിൻ്റെ അവിടേക്കാണ് കേട്ടോ പോയത്. ഞങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഉമ്മയുടെ അടുത്തിൻ്റെ മോളെ ബർത്ത്ഡേ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ നടന്നത്. ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഈ പോണ്ടിൽ നല്ല എന്താ പറയുക വാട്ടർ ഫോൾസിൻ്റെ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ചു തരാമല്ലോ വെച്ചിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇക്കും മോളും ഇതാ വീഡിയോ എടുക്കാനുള്ള പുറപ്പാടിലായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ച് ഞാനെടുത്ത് അങ്ങനെ മൂപ്പരാൾ ക്യാമറ കണ്ടാൽ തീരെ ചിരിക്കൂല കേട്ടോ. ഞങ്ങൾ കുറേ നോക്കുന്നുണ്ട്, പക്ഷേ ചിരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മളെ നാട്ടിലുള്ള പോലത്തെ ഒരു എന്താ പറയുക നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഒരു ബുഷ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് ഇതിൽ കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനും മോളും ഇതാ ആ റാമ്പിൻ്റെ ഈ റാമ്പ് എന്ന് വരുന്നത്, ഈ റാമ്പ് അത്യാവശ്യം ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ ഗൈസ്. ഒരുപാട് അത്യാവശ്യം നല്ല നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല കേട്ടോ, കാരണം നടന്നങ്ങോട്ട് എത്തൂല എന്ന് നമുക്ക് നല്ലോണം അറിയാം. അപ്പോൾ ഞങ്ങൾ പോയില്ല. പിന്നെ അതാ മോളായിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഷോർട്സിലൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ സെൻറ്ററിൽ നിന്നിട്ടാണ് കേട്ടോ വീഡിയോസും ഫോട്ടോസും എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള സ്പേസ് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, ഒരു കാം ആൻഡ് ക്വയറ്റ് ഏരിയയാണ് കേട്ടോ. വൈകിട്ട് ജോഗിങ്ങിന് പോകാനും, അതുപോലെ ലേഡീസ് മാത്രമാണെങ്കിലൊക്കെ ഒന്ന് നടക്കാനും, ദുബായിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ നടക്കാൻ പോകാനും, അതുപോലെ ഒരു ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി കഴിക്കാനും അങ്ങനത്തെ ഒക്കെ ഒരു പറ്റിയൊരു ആംബിയൻസും കാര്യങ്ങളും ഉള്ളൊരു സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഈ ബുഷ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പോകുമ്പോൾ ഒരു മലയാളി ഫാമിലിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരവിടെ കിസൈസിൽ തന്നെയാണ് കേട്ടോ താമസം. അവരെന്നും വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ നമ്മളോട്. അപ്പോൾ ഞാൻ അവിടെ വേറൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഭംഗിയുള്ള ഒരു എന്താ പറയുക, ഒരു വൈറ്റ് കളറായിട്ട് ഒരു സംഭവം. എങ്ങനെ ഇപ്പോൾ പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല കേട്ടോ, അതിൻ്റെ പേരെന്താണെന്നൊന്നും. അപ്പോൾ ഞാൻ അതും വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ നടക്കുകയാണ് കേട്ടോ ഗൈസ്. ഒരുപാട് നടക്കാനുണ്ട്. ഈ പാർക്ക് ഫുള്ള് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. ഒരു റെഡ് കാർപ്പറ്റ് പോലെ വിരിച്ചിട്ട്, അത് നല്ല അതിന് നടക്കുമ്പോൾ നമുക്ക് നല്ലൊരു സുഖമാണ് കേട്ടോ. കാലിന് അത്ര സ്ട്രെസ് ഉണ്ടാവില്ല കേട്ടോ അതിന് നടക്കുമ്പോൾ. ഇതിൽ നടക്കുന്ന പോലെയല്ല കേട്ടോ. അപ്പോൾ ഈ പാർക്കിൻ്റെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സ്ഥലം ഏതാണെന്നൊന്ന് നിങ്ങൾ ഗസ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ നെക്സ്റ്റ് ചെയ്ത ഡെസ്റ്റിനേഷനിലാണ് പോവുക. അപ്പോൾ ഡേ 6 വരെ നമ്മൾ എത്തിയിട്ടുണ്ടല്ലോ, അൽഹംദുലില്ലാ. അപ്പോൾ ഞാനിനി അടുത്ത വീഡിയോ എവിടെയാണ് എടുക്കുക എന്നൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ പറയണം കേട്ടോ. നമ്മൾ അടുത്തത് എവിടെ എടുക്കുന്നത്, അതുപോലെ വീഡിയോയിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അതുപോലെ ഞങ്ങൾ ഇവിടെ പോകുമ്പോൾ ഗൈസ് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെയാണ് ഞങ്ങൾക്കത് അയ്യടാന്നായത്. കാരണം എന്തെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് കുറച്ച് ലേസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നടന്ന് തിന്നാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളവിടെ എത്താനായപ്പോൾ ഞങ്ങൾ മറന്നു കേട്ടത്. പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്ന് ഒരുപാട് നടന്ന്, പിന്നെ അവിടെ നിന്ന് ഒരു വെള്ളമൊക്കെ വാങ്ങി നല്ല നടന്നിരുന്നു കേട്ടോ. എല്ലാം വേർത്ത് കുളിച്ചിരിക്കണം കേട്ടോ ഞങ്ങൾ രണ്ടാളും. പക്ഷേ ഒരു കാറ്റും ഒരു തണുപ്പൊക്കെ ഉള്ള തന്നെ നല്ലൊരു വൈബായിരുന്നു കേട്ടോ.
പിന്നെ അതാ കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് ഊഞ്ഞാല അതുപോലെ ഓരോ എന്താ പറയുക ഓരോ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ പാരൻസിന് ഇരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചുറ്റുഭാഗം ബെഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. പിന്നെ അവിടെ പുല്ലിലും കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾ. അപ്പോൾ ഞാനൊക്കെ ഞങ്ങൾ ഗൈസ് പോവുകയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. എവിടെയാണ് നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നതെന്ന് കമൻറ്റ് ചെയ്തിട്ട് ആരാണ് ആ കമൻറ്റിൽ സത്യം പറയുന്നതെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും തരാനൊന്നും പോണില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഗിവ് അവേ ഒക്കെ വെക്കാം. എന്തായാലും നിങ്ങൾ പറയും അടുത്ത ഡെസ്റ്റിനേഷൻ ഏതാവും എന്നൊക്കെ ഒന്ന് ഗസ് ചെയ്യട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ പാർക്ക് വിടാൻ ടൈം അയക്കുന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 6:45 കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. 1.5 മണിക്കൂറാണ് കേട്ടോ നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1.25 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തിരിക്കുന്നു കേട്ടോ.